നമസ്കാരം. മീഡിയ ഓഡിറ്റിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് ഇങ്ങെത്തി. പ്രധാനമന്ത്രിയുടെ സർക്കിറ്റും ഉദ്ഘാടന കോലാഹലങ്ങളും ഈ മാസം 12 വരെയെങ്കിലും കാണും. അത് കഴിഞ്ഞാൽ ഉടൻ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം, അതായത് അടുത്ത ആഴ്ച മധ്യത്തോടെ. ഫെബ്രുവരി 27 തന്നെ LDFിൻ്റെ സ്ഥാനാർത്ഥികളായി. പ്രവർത്തകരും നേതാക്കളും വോട്ടർമാരെ കണ്ടു തുടങ്ങി. എല്ലാ മണ്ഡലത്തിലും പോസ്റ്റർ ഒട്ടിച്ചും ഫ്ലക്സ് സ്ഥാപിച്ചും പ്രവർത്തകർ സജീവമായി. മുഖ്യമന്ത്രി അടക്കം മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്ന മണ്ഡലം കൺവെൻഷനുകൾ നടക്കുന്നു. LDFിൻ്റെ 20 സ്ഥാനാർത്ഥികളും ജനങ്ങളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് മുന്നേറുന്നു. സ്വാഭാവികമായും LDFിന് ഒരു മേൽക്കൈയുണ്ട്. ഒരു തർക്കവുമില്ലാത്ത സ്ഥാനാർത്ഥി നിർണയം, ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രചാരണം. UDFിൻ്റെ സ്ഥാനാർത്ഥി നിർണയം വൈകിയതുകൊണ്ട് വലതുപക്ഷ ആശയങ്ങൾ വോട്ടർമാരിൽ എത്തുന്നില്ല എന്നൊന്നും ദയവ് ചെയ്ത് സന്ദേഹിക്കരുത്. കാരണം UDFകാരെക്കാൾ ഫലപ്രദമായി പ്രചാരണം ജനങ്ങളിലെത്തിക്കാൻ മാതൃഭൂമിയും മനോരമയും അടക്കമുള്ള മുഖ്യധാര പത്രങ്ങളുണ്ട്. 20,000 ചാനലുകളുണ്ട്. 900 ഓൺലൈൻ മാധ്യമങ്ങളുമുണ്ട്. കോൺഗ്രസ് നേതാക്കളെക്കാളും പ്രവർത്തകരെക്കാളും ഫലപ്രദമായി UDFിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കുന്നത് അവരാണ്. സ്ക്വാഡുകളെക്കാൾ മികച്ച രീതിയിൽ അവർ LDFകാരെ ആക്ഷേപിക്കും. CPIMന് മേൽ ശാപവചനങ്ങൾ ചൊരിയും. SFIക്കാർക്ക് മേൽ കൊലയാളികളെന്ന ചാപ്പ കുത്തും. LDF സർക്കാർ ജനങ്ങളുടെ ശത്രുപക്ഷത്താണെന്ന് വരുത്തി തീർക്കും. അതേ നാവുകൊണ്ട് UDFിൻ്റെ ചെയ്തികളെ ന്യായീകരിക്കും. ഗുരുതര കുറ്റകൃത്യങ്ങൾ ചെയ്ത കോൺഗ്രസ്സുകാരെ വിശുദ്ധരായി വാഴ്ത്തും. അതാണ് സത്യാനന്തര കാലത്തെ മാധ്യമങ്ങളുടെ രീതിശാസ്ത്രം. എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും ഇതുതന്നെയാണ് അവസ്ഥ. വലതുപക്ഷ രാഷ്ട്രീയം കൂടുതൽ ദുർബലമാവുമ്പോൾ അവർക്ക് വേണ്ടി അതിശക്തമായി മുഖ്യധാരാ മാധ്യമങ്ങൾ രംഗത്ത് വരുന്ന പ്രവണത. UDF നേതാക്കൾക്കും പ്രവർത്തകർക്കും മാധ്യമങ്ങൾ നൽകുന്ന പ്രിവിലേജിൻ്റെ ശക്തി മനസ്സിലാക്കാൻ സമീപ ദിവസങ്ങളിൽ ഒരുപാട് സംഭവങ്ങളുണ്ടായി. K. കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ BJPയിൽ ചേരുമെന്ന വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്തത് ന്യൂസ് 18ലെ അപർണ കുറുപ്പ് എന്ന അവതാരകയാണ്. ആ വാർത്തയുടെ പേരിൽ കോൺഗ്രസ്സുകാർ ആ മാധ്യമപ്രവർത്തകരുടെ ഫേസ്ബുക്ക് വാളിൽ എഴുതിയ തെറിവാക്കുകൾ ഇവിടെ ഉദ്ധരിക്കാൻ ഞാൻ അശക്തനാണ്. സാധാരണ നിലയ്ക്ക് ഏത് വ്യക്തിയും ട്രോമയുടെ ആഴങ്ങളിലേക്ക് പതിക്കാൻ അതുമതി. ഈ സന്ദർഭത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ അപർണയ്ക്ക് പിന്തുണയുമായി ആരെങ്കിലും എത്തിയോ എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ലെഫ്റ്റ് ലിബറലുകൾ, പോസ്റ്റ് മോഡേൺ ബുദ്ധിജീവികൾ, നിഷ്പക്ഷ മുഖംമൂടി അണിഞ്ഞ ഉത്തമന്മാർ ഒന്നും ആ മാധ്യമപ്രവർത്തകയ്ക്ക് എതിരെയുള്ള സൈബർ ലിഞ്ചിങ്ങിൽ ഒരു വരി പ്രതിഷേധക്കുറിപ്പിടാൻ തയ്യാറായിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഒരു ഫ്ലാഷ് ബാക്ക് ഒന്ന് നോക്കിയാലോ. 2-2.5 വർഷം മുമ്പ് ഏഷ്യാനെറ്റിലെ ഒരു പ്രമുഖയ്ക്കെതിരെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ട ഒരു CPIM അനുഭാവിയുടെ ചെയ്തിക്ക് മറുപടി പറയേണ്ടി വന്നത് അന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയുണ്ടായിരുന്ന A. വിജയരാഘവനാണ്. ചാനൽ പ്രവർത്തകർ AKG സെൻറ്ററിന് മുന്നിൽ തടിച്ചുകൂടി ആ മാധ്യമപ്രവർത്തകയ്ക്ക് എതിരെയുള്ള സൈബർ ആക്രമണത്തെക്കുറിച്ച് തുടരെ ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഫേക്കും അല്ലാതെയുമുള്ള ഐഡികളിൽ നിന്ന് ഇത്രയും ആക്ഷേപം അപർണ കുറുപ്പ് എന്ന മാധ്യമപ്രവർത്തകർ നേരിട്ടിട്ടും KPCC പ്രസിഡന്റിനോടോ പ്രതിപക്ഷ നേതാവിനോടോ ഇതേവരെ ഒരു ചോദ്യവും ഉന്നയിക്കപ്പെട്ടിട്ടില്ല. കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന പത്മജ വേണുഗോപാലിനെ തന്തയ്ക്ക് പിറക്കാത്തവൾ എന്ന് പൊളിറ്റിക്കലി ഇൻകറക്റ്റായ വിശേഷണം ചാർത്തിക്കൊടുത്ത യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പത്മജയുടെ പഴയ പാർട്ടിയിലെയോ പുതിയ പാർട്ടിയിലെയോ ഒരാൾ പോലും പ്രതികരിച്ചതായി കണ്ടിട്ടില്ല. അതും ഇതുമായി ചേർത്ത് വായിക്കണം. ഇത്തരം വിഷയങ്ങളൊന്നും ആ പാർട്ടികളുടെ നേതാക്കളുടെ തൊലിപ്പുറത്ത് പോലും സ്പർശിക്കാത്തത് എന്തുകൊണ്ടാണ്? രാഹുൽ മാങ്കൂട്ടത്തിലും VT ബൽറാമും ഒക്കെ ഓൺലൈനായും ഓഫ്ലൈനായും പ്രതിഫലിപ്പിക്കുന്ന ഒരു സംസ്കാരമുണ്ടല്ലോ. ആ സംസ്കാരത്തിൻ്റെ പൊളിച്ചു തികട്ടലാണ് അപർണയ്ക്കും പത്മജയ്ക്കും എതിരെയുള്ള സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ. അനിൽ ആൻ്റണി BJPയിൽ ചേർന്നപ്പോൾ ഇല്ലാത്ത പകയും വാശിയുമൊക്കെ പത്മജയുടെ BJP പ്രവേശനത്തിൽ പതഞ്ഞുയരുന്നത് എന്തുകൊണ്ടാണ്? എത്ര പരിഷ്കൃതരാവാൻ ശ്രമിച്ചാലും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളവരുടെ ഉള്ളിൽ ഉറഞ്ഞുപോയ ആണധികാരത്തിൻ്റെയും സ്ത്രീവിരുദ്ധതയുടെയും കടുപ്പം അത്രത്തോളമുണ്ട്. UDFിലെ PC ജോർജുമാരായി അതിൻ്റെ നേതാക്കൾ മാറിയിരിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ മൈക്കുകൾക്കും ക്യാമറകൾക്കും മുന്നിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശിനെ മൈ ഡിയർ എന്ന് വിളിച്ച KPCC പ്രസിഡന്റ് K. സുധാകരൻ സ്വന്തം ഫേസ്ബുക്കിൻ്റെ വെരിഫൈഡ് പേജിലൂടെ സ്വന്തം മണ്ഡലമായ പറവൂരിലെ വോട്ടറെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ പച്ചത്തെറി വിളിച്ച് ആഹ്ലാദം കണ്ടെത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AKGയെ പോലെ ലോകാരാധ്യനായ ഒരു നേതാവിനെ ആക്ഷേപിച്ച VT ബൽറാം, കെ മുരളീധരൻ്റെ കാമലീലികൾ വാർത്താ സമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞ
രാജ്മോഹൻ ഉണ്ണിത്താൻ. ഉണ്ണിത്താൻ്റെ ഉടുമുണ്ടഴിച്ച് തെരുവിലൂടെ നടത്തിച്ച കെ മുരളീധരൻ. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ എന്ന വരികൾ പോലെ ഇവരൊക്കെ നേതൃശ്രേണിയെ അലങ്കരിക്കാനുണ്ടെങ്കിൽ UDFിൽ എന്തിനാണൊരു PC ജോർജ്? പോട്ടെ പുല്ല് ബി ജെ പിക്ക് അത് തന്നെ കിട്ടണം. ഇതുമായി ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. സ്ത്രീകളായ പൊതുപ്രവർത്തകരെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ച ഒരു KSU യൂത്ത് കോൺഗ്രസ് നേതാവുണ്ടായിരുന്നു, അബിൻ കോടങ്കര. കോട്ടയം കുഞ്ഞച്ചൻ എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ വനിതകളുടെ പടം മോർഫ് ചെയ്ത കുറ്റത്തിന് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഫെബ്രുവരി 26 പ്രഖ്യാപിച്ച സംഘടനാ ഭാരവാഹികളുടെ പട്ടികയിൽ 1ാം നിരയിൽ തന്നെയുണ്ട് ഈ കോട്ടയം കുഞ്ഞച്ചൻ്റെ പേര്. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി ഉയർത്തപ്പെട്ടിരിക്കുന്നു അബിൻ കോടങ്കര എന്ന കോട്ടയം കുഞ്ഞച്ചൻ. സ്ത്രീവിരുദ്ധതയ്ക്കും ആഭാസ തരത്തിനുമുള്ള റിവാർഡായി വേണം ഈ സ്ഥാനക്കയറ്റത്തെ കാണാൻ. ഏതായാലും സുധാകരനെയും സതീശനെയും പോലുള്ള നേതാക്കൾ കുറ്റിയേറ്റു പോയാലും പെണ്ണുങ്ങളെ പുലഭ്യം പറയുന്ന കാര്യത്തിൽ പുതുനേതാക്കളുടെ ഒരു നിരയെ തന്നെ വളർത്തിയെടുക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നുണ്ട്. മാങ്കൂട്ടത്തിനും ബലറാമിനും ഒപ്പം നിൽക്കാൻ ശേഷിയുള്ള ആളാണ് താനെന്ന് അബിൻ കോടങ്കരയ്ക്ക് കുറച്ചുനാൾ കൊണ്ട് തന്നെ തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി ഉയർത്താൻ സുപ്രീം കോടതി കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. 13,608 കോടി രൂപ കടമെടുക്കാൻ അധികാരം നൽകാൻ ഉത്തരവിടുമെന്ന് പറഞ്ഞ സുപ്രീം കോടതി അടിയന്തരമായി അതിന് അനുമതി നൽകണമെന്ന് കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു. കേരളത്തെ സംബന്ധിച്ച് അഭിമാനാർഹമായ ഒരു നേട്ടം. എന്നാൽ ഈ വാർത്ത വന്നയുടൻ മാധ്യമങ്ങൾ എങ്ങനെയാണ് അതിനെ സമീപിച്ചത് എന്ന് നോക്കൂ. ഒരച്ചിലിട്ട് വാർത്ത പോലെ ഓൺലൈനിൽ വാർത്തകൾ. മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ് എന്നീ ഓൺലൈനുകൾ നൽകിയ വാർത്തയുടെ തലക്കെട്ടിൻ്റെ ആദ്യ വരി ഒരുപോലെ വരുന്നത് എങ്ങനെയാണ്? കേരളത്തിന് ആശ്വാസമെന്നാണ് ഈ മാധ്യമങ്ങൾ പറയുന്നത്. കേരളത്തിന് നേട്ടമെന്നോ കേന്ദ്രത്തിന് തിരിച്ചടിയെന്നോ വിശേഷിപ്പിക്കാൻ ഈ മാധ്യമങ്ങൾക്ക് തോന്നാതിരിക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. അത് LDF വിരുദ്ധത മുരത്ത കേരള വിരുദ്ധതയായി മാറി എന്ന കാരണം തന്നെ. അടുത്ത ദിവസത്തെ മലയാള മനോരമ പത്രത്തിൻ്റെ 1ാം പേജിലെ പ്രധാന വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: കേന്ദ്ര നിർദ്ദേശം കേരളം അംഗീകരിച്ചു, 13,608 കോടി രൂപ കടമെടുക്കാം. കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധത്തിന് ഇരയാകുന്നത് കേരളം മാത്രമല്ല. എന്നാൽ ഫെഡറൽ തത്വങ്ങൾ നഗ്നമായി ലംഘിക്കുന്ന ഈ നീക്കത്തിനെതിരെ സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം നടത്താൻ ധൈര്യം കാണിച്ചത് കേരളം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത് കേരളം പൊരുതി നേടിയ നേട്ടമാണ്. അതിനെ കേന്ദ്ര നിർദ്ദേശം കേരളം അംഗീകരിച്ചു എന്ന മട്ടിൽ വാർത്ത നൽകണമെങ്കിൽ ആ പത്രം പുലർത്തുന്ന കേരള വിരുദ്ധ സമീപനവും BJP വിധേയത്വവും എത്ര ശക്തമായിരിക്കും? MRF ഉൾപ്പെടെയുള്ള മനോരമ കുടുംബത്തിൻ്റെ വ്യവസായ സ്ഥാപനങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ED അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ കയറിയിറങ്ങുന്നത് ഇടയ്ക്കിടെ ദുസ്വപ്നം കാണുന്നവരാണ് കണ്ടെത്തൽ കുടുംബക്കാർ. അത്തരമൊരവസ്ഥയിൽ ഓരോ വാർത്തയിലും ഓരോ വരിയിലും ഓരോ ഖണ്ഡികയിലും BJP വിധേയത്വം കാണിക്കാതിരിക്കാൻ എങ്ങനെ സാധിക്കും ആ പത്രത്തിന്? കേരളം സുപ്രീം കോടതിയിൽ പോയില്ലായിരുന്നുവെങ്കിൽ ഈ തുക നേരത്തെ ലഭിക്കുമെന്നും ശമ്പളം നേരത്തെ കൊടുക്കാനാവുമെന്നും പച്ചക്കള്ളം പറയുകയാണ് മലയാള മനോരമ. വന്യജീവി മനുഷ്യ സംഘർഷം എല്ലാ സംസ്ഥാനങ്ങളിലും പതിവുള്ളതാണ്. കാലാവസ്ഥാ വ്യതിയാനവും കോവിഡും വരെ പല കാരണങ്ങൾ അതിന് പിന്നിലുണ്ട്. അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലും കർണാടകത്തിലുമെല്ലാം വന്യമൃഗങ്ങൾ നഗരങ്ങളിൽ വരെ എത്തി നാശനഷ്ടമുണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പോലും തമിഴ്നാട്ടിൽ 2 പേരെ കാട്ടാന ചവിട്ടിക്കൊന്നു. കേരളത്തിൽ മാത്രമായി സംഭവിക്കുന്ന ഒരു കാര്യമായി ഇതിനെ ചുരുക്കി കാണിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ അതീവ തൽപരരാണ്. വളരെ വൈകാരികമായ ഈ വിഷയത്തെ സർക്കാരിനെതിരെ തിരിച്ചുവിടാനാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും ശ്രമിക്കുന്നത്. എറണാകുളം നേര്യമംഗലത്ത് ഇന്ദിര എന്ന വയോധികയെ ആന ചവിട്ടിക്കൊന്ന സംഭവത്തിൽ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഒറ്റുകാരായും പ്രതിപക്ഷത്തിൻ്റെ കോടാലി കൈകളായും പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. ഇന്ദിര എന്ന ആ അമ്മയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തുന്നതിനിടെ ബലം പ്രയോഗിച്ച് പോലീസിനെ ആക്രമിച്ച് സ്ട്രക്ചറിൽ എടുത്തുകൊണ്ടുപോയി സമരപ്പന്തലിൽ വെച്ച് ആ മൃതദേഹത്തെ അപമാനിച്ച കോൺഗ്രസ് നേതാക്കളെ എത്ര ശ്രദ്ധാപൂർവമാണ് മാധ്യമങ്ങൾ വെളുപ്പിക്കാൻ ശ്രമിച്ചത്. പോലീസിനെ തെറി പറഞ്ഞും കടന്നാക്രമിച്ചും മൃതദേഹത്തെ അപമാനിച്ച എറണാകുളം DCC പ്രസിഡന്റ് ഷിയാസ്, മാത്യു കുഴൽനാടൻ MLA, ഡീൻ കുര്യാക്കോസ് MP എന്നിവരെ വെളുപ്പിക്കാനുള്ള കരാർ ഏറ്റെടുത്താണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. യുദ്ധഭൂമിയിൽ പോലും കൊല്ലപ്പെട്ട സൈനികരുടെ മൃതദേഹത്തോട് സൈനികർ മാന്യത കാണിക്കാറുണ്ട്. രാഷ്ട്രീയ വൈരം മൂത്ത കോൺഗ്രസ്സുകാർ ആ വയോധികയുടെ മൃതദേഹത്തോട് കേരളത്തിലെ ചരിത്രത്തിൽ എങ്ങുമില്ലാത്ത വിധം നീചമായി പെരുമാറിയപ്പോൾ മാതൃഭൂമിയുടെ തലക്കെട്ട് നോക്കൂ: പോലീസ് അനാദരവ് കാട്ടിയെന്ന്.
സഹോദരൻ്റെയും മകൻ്റെയും എതിർപ്പ് വകവയ്ക്കാതെ സമരപ്പന്തലിൽ പ്രദർശനത്തിന് വെച്ച മൃതദേഹം പോലീസ് മോർച്ചറിയിലേക്ക് മാറ്റുന്ന പടത്തിനൊപ്പമാണ് ഈ തലക്കെട്ട്. രാത്രി വൈകിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും ഷിയാസിനെ പോലീസ് പിടികൂടിയതും മനോരമയ്ക്കും മാതൃഭൂമിക്കും അത്ര ഇഷ്ടപ്പെട്ട കാര്യമല്ല. ഷിയാസിനെ വീരനായകനാക്കിയുള്ള വാർത്തകൾ രണ്ട് പത്രത്തിലും ഒരുപോലെ പ്രത്യക്ഷപ്പെട്ടു. ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ച ശേഷം അഭിഭാഷക വൃത്തി സ്വീകരിച്ച VS അനിൽ കഴിഞ്ഞ ദിവസം ജീവനൊടുക്കി. നിയമപഠനകാലത്ത് സഹപാഠികളായിരുന്ന 2 പേരാണ് മരണത്തിന് പിന്നിൽ. ആത്മഹത്യയിലേക്ക് നയിക്കും വിധം അനിലിനെ വീട് കയറി ഭീഷണിപ്പെടുത്തുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്ത ആ 2 സഹപാഠികൾ ചില്ലറക്കാരല്ല. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് R രോഹിത്തും യുവമോർച്ച പ്രവർത്തകൻ അഡ്വക്കേറ്റ് വിഷ്ണു VR നായരും. മാനസികമായി പീഡിപ്പിച്ചതാണ് മരണകാരണമെന്ന് ആറ്റിങ്ങൽ ബാർ അസോസിയേഷൻ ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശം അയച്ച ശേഷമാണ് ആത്മഹത്യ ചെയ്തത്. ഇങ്ങനെയൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടെങ്കിൽ ഈ പ്രതികളെ സംരക്ഷിക്കേണ്ട ബാധ്യത അവരുടെ സംഘടനയുടേതാവുക സ്വാഭാവികം. എന്നാൽ ഈ 2 ക്രിമിനലുകളുടെയും സംരക്ഷണ ചുമതല ഏറ്റെടുത്തത് മുഖ്യധാര മാധ്യമങ്ങളാണ്. ഇവർ 2 പേരും ഏത് സംഘടനയിൽപ്പെട്ടവരാണെന്ന് പറയാൻ നമ്മുടെ മാധ്യമങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത. അങ്ങനെ പറഞ്ഞു പോയാൽ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുക? ഈ സംഘടനക്കാർ ഈ മാധ്യമപ്രവർത്തകരെ പിടിച്ചങ്ങ് വിഴുങ്ങുമോ? അത്രയും ധൈര്യമുണ്ടോ യൂത്ത് കോൺഗ്രസിനും യുവമോർച്ചയ്ക്കും? ഒരിക്കലുമില്ല. എന്നാൽ മലയാള മനോരമയ്ക്കും മാതൃഭൂമിക്കും ഏഷ്യാനെറ്റിനുമൊക്കെ അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം മൂടി വയ്ക്കുക എന്നത് തങ്ങളിൽ അർപ്പിതമായ ഒരു സുപ്രധാന ചുമതലയാണ്. അതിൻ്റെ പേരാണ് മാനസിക അടിമത്തം. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയുടെ ആത്മഹത്യയ്ക്ക് കാരണക്കാരായ വിദ്യാർത്ഥികളിൽ SFI അംഗത്വമുള്ളവരുടെ ജാതകം വരെ പകർത്തി എഴുതിയവരാണ് ഈ മാധ്യമങ്ങൾ. പൂക്കോട് വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സമരവേദിയിലെത്തിയ രമേശ് ചെന്നിത്തലയോട് മാധ്യമപ്രവർത്തകർ ഈ വിഷയം ഉന്നയിച്ചെങ്കിലും പോലീസും ആഭ്യന്തര വകുപ്പുമാണ് നടപടിയെടുക്കേണ്ടത് എന്നായിരുന്നു പ്രതികരണം. സംഘടനാ നടപടി ഉണ്ടാവുമോ എന്ന ചോദ്യത്തിന് ഞങ്ങൾ കോടതിയല്ലെന്ന് പറഞ്ഞ് ചെന്നിത്തല തടിയൂരി. ഏത് വിഷയത്തിലും പ്രതികരിക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനാവട്ടെ ഈ വിഷയം ഇതുവരെ മിണ്ടിയിട്ടുമില്ല. അതാണ് മുഖ്യധാരയുടെ സെലക്റ്റീവ് ഓഡിറ്റിംഗ്, അവരുടെ സെലക്റ്റീവ് അംനേഷ്യ. ഈ പ്രവണത കൂടുതൽ ശക്തിപ്പെടുകയാണ്. ഈ മാനസിക അടിമത്തത്തിൽ നിന്ന് മോചിതരാവാൻ കഴിയാത്തിടത്തോളം എങ്ങനെയാണ് ഈ മാധ്യമങ്ങളെ നിഷ്പക്ഷ മാധ്യമങ്ങൾ എന്ന് വിളിക്കാനാവുക എന്ന ആശയം പങ്കുവച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ മീഡിയ ഓഡിറ്റ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.